എല്ലാവർക്കും നമസ്കാരം. SH ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ വായിക്കുന്നത് ശാരിദാസ്. പരീക്ഷാ ചൂടിന് ശേഷം മധ്യവേനൽ അവധിക്കായി വിദ്യാലയം മാർച്ച് 30 അടച്ചു. UKG വിദ്യാർത്ഥികളുടെ കോൺവൊക്കേഷൻ ചടങ്ങ് പ്രൗഢഗംഭീരമായി വിദ്യാലയത്തിൽ ആഘോഷിച്ചു. വിദ്യാലയത്തിലെ 7ാം ക്ലാസ്സുകാരുടെ യാത്രായത്ത സമ്മേളനം വികാരനിർഭരമായിരുന്നു. വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി നടത്തിവരുന്ന ടാലന്റ് ലാബ് ക്ലാസുകളുടെ അവധിക്കാല ക്ലാസുകൾ ആരംഭിക്കുന്നു. ഇതിലേക്ക് രജിസ്ട്രേഷൻ തുടരുന്നു. വിദ്യാലയത്തിൽ പ്രവർത്തിച്ചു വരുന്ന SH ഫുട്ബോൾ അക്കാദമി സംഘടിപ്പിക്കുന്ന സമ്മർ ഫുട്ബോൾ ക്യാമ്പ് 2026 ഉടൻ ആരംഭിക്കുന്നു. അവധിക്കാലത്ത് സ്ക്രീൻ ടൈം കുറയ്ക്കുന്നതിനായി വിവിധ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് നൽകി അധ്യാപകർ. വാർത്തകൾ വിശദമായി. UKG വിദ്യാർത്ഥികളുടെ കോൺവൊക്കേഷൻ വർണ്ണാഭമായി സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചടങ്ങിൽ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുത്തു. ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ ഫ്രാൻസിസ് ഡിക്സൺ ഫെർണാണ്ടസ്, അസിസ്റ്റന്റ് മാനേജർ ഫാദർ ആൽവിൻ ജോർജ് ചക്കുങ്കർ എന്നിവർ സന്നിഹിതരായിരുന്നു. കുഞ്ഞുങ്ങൾ ഗ്രാജുവേഷൻ ഗൗൺ അണിഞ്ഞ് സർട്ടിഫിക്കറ്റ് വാങ്ങിയത് ചടങ്ങിന്റെ മുഖ്യ ആകർഷണമായി. കുട്ടികളുടെ മനോഹരമായ നൃത്തവും ഗാനപരിപാടികളും സദസ്സിനെ ശ്രദ്ധിച്ചുപറ്റി. കുട്ടികളുടെ ഭാവിയിലേക്ക് ആത്മവിശ്വാസം പകരുന്ന തരത്തിൽ പ്രചോദനപരമായ സന്ദേശങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. സഹൃദയത്വവും സ്നേഹവും നിറഞ്ഞ അന്തരീക്ഷത്തിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള യാത്രയയറ്റ സമ്മേളനം സംഘടിപ്പിച്ചു. ചടങ്ങിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചുകൊണ്ട് വിദ്യാർത്ഥി പ്രതിനിധി കുമാരി അനാമിക മജീദ് എന്നിവർക്ക് സ്വാഗതം അറിയിച്ചു. വിദ്യാർത്ഥികൾ തങ്ങളുടെ ഗുരുക്കന്മാരോടുള്ള ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് ഗുരുവന്ദനം നൽകി. അധ്യാപകരുടെ അനുഗ്രഹം വാങ്ങിയ ഏവരിലും വികാരാധീനമായ ഓർമ്മകൾ ഉണർത്തി. പ്രധാന അധ്യാപികയും മറ്റധ്യാപകരും വിദ്യാർത്ഥികൾക്ക് ഭാവി ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൈവരിക്കാൻ സംസാരിച്ചു. സ്കൂളിലെ കഴിഞ്ഞ കാലത്തെ മധുരകരമായ അനുഭവങ്ങൾ വിദ്യാർത്ഥികളും അധ്യാപകരും വേദിയിൽ പങ്കുവച്ചു. പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മനോഹരമായ നൃത്തവും തുടർന്ന് സംഘടിപ്പിച്ച രസകരമായ ഗെയിമുകളും ചടങ്ങിനെ ആസ്വദിച്ചു. സ്നേഹനിർഭരമായ വിരുന്നോടും വിദ്യാർത്ഥി പ്രതിനിധിയായ അഖിലാമേദിയുടെ നന്ദിപ്രകാശത്തോടുകൂടി പരിപാടികൾ സമാപിച്ചു. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വികാസം ലക്ഷ്യമിട്ട് വേനൽ അവധിക്കാലത്ത് വിവിധ ടാലന്റ് ലാബ് ക്ലാസുകൾ ആരംഭിക്കുന്നു. കരാട്ടെ, അബാക്കസ്, സംഗീതോപകരണങ്ങൾ, ഫുട്ബോൾ തുടങ്ങിയ വിവിധ വിഷയങ്ങളിലാണ് പരിശീലനം ഒരുക്കിയിരിക്കുന്നത്. ഓരോ കുട്ടികളുടെയും താല്പര്യവും കഴിവും പരിഗണിച്ച് പ്രത്യേക പരിശീലന സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കരാട്ടെ ക്ലാസുകൾ വഴി സ്വയം രക്ഷയും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യം. അബാക്കസ് പരിശീലനം കുട്ടികളുടെ ഗണിതശേഷി മെച്ചപ്പെടുത്താൻ സഹായിക്കും. സംഗീതോപകരണ പരിശീലനം കുട്ടികളുടെ സർഗശേഷി വളർത്തുന്നതിനും ഫുട്ബോൾ പരിശീലനം ശാരീരിക ക്ഷമത, സംഘടനാശേഷി വികസിപ്പിക്കുന്നതിനും സഹായകമാകുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. അനുഭവ സമ്പന്നരായ പരിശീലകരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ക്ലാസുകൾ കുട്ടികളുടെ സമഗ്ര വളർച്ചയ്ക്ക് വലിയ അവസരമൊരുക്കുന്നു. 2 മാസക്കാലം കുട്ടികൾക്ക് അത് വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കാൻ പര്യാപ്തമാണെന്നാണ് വിലയിരുത്തൽ. കുട്ടികൾക്കായി പ്രത്യേക ഫുട്ബോൾ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ച് SH അക്കാദമി ശ്രദ്ധയൂർത്തി. SH അക്കാദമി സംഘടിപ്പിക്കുന്ന സമ്മർ ഫുട്ബോൾ ക്യാമ്പ് 2026 ഏപ്രിൽ 13 മുതൽ ആരംഭിക്കുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. സേക്രഡ് ഹാർട്ട് സ്കൂൾ ഗ്രൗണ്ടിലാണ് ക്യാമ്പ് നടക്കുന്നത്. 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്ന ക്യാമ്പിൽ സ്കിൽ ഡെവലപ്മെന്റ് സെഷനുകൾ, സ്ഥിരമായ ഫുട്ബോൾ പരിശീലനം, പ്രായപരിധിക്കനുസരിച്ചുള്ള പരിശീലനം, ടൂർണമെന്റുകളും പ്രാക്ടീസ് മത്സരങ്ങളും ഉൾപ്പെടും. കൂടാതെ ഹോമിയോ മത്സരങ്ങളും ഫിറ്റ്നസ് പ്രകടന പരിശീലനങ്ങളും ക്യാമ്പിന്റെ ഭാഗമായിരിക്കും. AIFF, KSA അംഗീകൃത പരിശീലകരുടെ നേതൃത്വത്തിലാണ് പരിശീലനം നടത്തുക എന്നത് ക്യാമ്പിന്റെ പ്രത്യേകതയാണ്. കുട്ടികളുടെ കഴിവുകൾ വളർത്തുന്നതിനും കായിക രംഗത്ത് മുന്നേറുന്നതിനും ഇത് മികച്ച അവസരമെന്നാണ് സംഘാടകർ അറിയിക്കുന്നത്. ക്യാമ്പിലേക്കുള്ള രജിസ്ട്രേഷൻ തുടരുന്നു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാവുന്ന ക്യാമ്പിൽ നിരവധി കുട്ടികൾ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിദ്യാർത്ഥികളുടെ സൃഷ്ടിപരമായ കഴിവുകളും സ്വയം പര്യാപ്തതയും വളർത്തുന്നതിനായി വേനലവധി കാലത്ത് വിവിധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തി അധ്യാപകർ. വെക്കേഷൻ ആക്ടിവിറ്റീസ് എന്ന പേരിൽ നൽകിയിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് പഠനത്തോടൊപ്പം വിനോദവും നൽകുന്നു. വാർത്ത വായന, ഒറിഗാമി നിർമ്മാണം, പൂന്തോട്ടം, പച്ചക്കറിത്തോട്ട പരിപാലനം, പുനരുപയോഗ സാധനങ്ങൾ നിർമ്മിക്കൽ, ലോഗോ തയ്യാറാക്കൽ തുടങ്ങി രസകരമായ പ്രവർത്തനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുട്ടികളുടെ സമഗ്ര വികസനത്തിന് ഇത് ഏറെ സഹായകരമാണ്. വേനലവധിയെ ഫലപ്രദമായി വിനിയോഗിക്കാൻ ഈ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളെ സഹായിക്കും.
സ്ക്രീൻ ടൈം കുറച്ച് ഫലപ്രദമായ അവധിക്കാലമാണ് വിദ്യാലയത്തിന്റെ ലക്ഷ്യം. വാർത്തകൾ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.